ഇനി നായകൻ പടനയിക്കും. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് AICCയുടെ പ്രഖ്യാപനം. സതീശിനെ പാർലമെന്ററി പാർട്ടി നേതാവായി നാമനിർദ്ദേശിച്ച തീരുമാനം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പ്രഖ്യാപിച്ചത്. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. തീരുമാനത്തിൽ രമേശ് ചെന്നിത്തല കടുത്ത അമർഷം അറിയിച്ചു. ചെന്നിത്തല തലസ്ഥാനത്ത് നിന്ന് മടങ്ങി. നിയമസഭാ കക്ഷിയോഗത്തിൽ രമേശ് പങ്കെടുക്കില്ല. മല്ലികാർജുൻ ഖാർഗെ ഒഴിയുമ്പോൾ AICC അധ്യക്ഷ പദവി KC വേണുഗോപാലിന് നൽകുമെന്ന വാഗ്ദാനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. TG സൈത്തും VV അരുണും ഡാൻ കുര്യനും ഡാനി പോളും നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം സൈത്തിലേക്ക്. സൈത്ത്, അപ്രതീക്ഷിതമായിരുന്നില്ല തീരുമാനം. കഴിഞ്ഞ ദിവസം മുതൽ VDയുടെ പേര് അന്തരീക്ഷത്തിലുണ്ട്. KC വേണുഗോപാൽ പിൻവാങ്ങി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ രണ്ട് നേതാക്കളെയും അനുനയിപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയൊരു ടാർഗറ്റ്. അതെങ്ങനെ നടപ്പാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പും മുഖ്യമന്ത്രി ഭരണം കിട്ടിയതിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം ആശയക്കുഴപ്പത്തിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ നീണ്ട ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽപ്പെടുന്നത് ഇതാദ്യമാണ്. മുമ്പൊക്കെ ഒരു നേതാവ് അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഈ സാധ്യതയിലാണ് ചർച്ചകൾ നടന്നിരുന്നതെങ്കിൽ ഇത്തവണ ഇത് 3 പേരിലാണ്. അതിൽ നിന്നാണ് തീരുമാനമെടുക്കേണ്ടി വന്നത്. ഒടുവിൽ 11ാം ദിവസം ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുകയാണ്. കൃത്യമായി തന്നെ രാവിലെ മുതൽ തന്നെ നാടകീയ നീക്കങ്ങളാണ്. കാരണം 1 മണി മുതൽ ഇങ്ങോട്ടേക്ക് പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് നേതാക്കളുടെ വരവുണ്ടാവും. അതിനുശേഷം കേരളത്തിൽ പ്രഖ്യാപനം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പൊടുന്നനെ AICC ആസ്ഥാനത്ത് നിന്നുള്ള അറിയിപ്പ് കിട്ടുകയായിരുന്നു. 12 മണിക്ക് സുപ്രധാനമായ ഒരു വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിലാണ് ദീപാദാസ് മുൻഷി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും VD സതീശൻ്റെ അദ്ദേഹം ഇതുവരെ സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയിൽ പോലും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രിയായി വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു സുപ്രധാനമായ ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. അങ്ങനെ VD സതീശൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ്. 10 വർഷത്തെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വരുന്നു. കേരളത്തിൽ പൊതുവിൽ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിയാവുക എന്നൊരു ശീലമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തൊക്കെ അതിന് മാറ്റമുണ്ടായിട്ട് ഉണ്ട്. VSൻ്റെ കാര്യം നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിൽ പൊതുവിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയായി വരുന്ന ശീലമുണ്ടായിരുന്നു. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ എന്നതായിരുന്നു. കാരണം MLA മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ഒപ്പമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. VD സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന തീരുമാനം. എന്തായാലും സതീശനടക്കമുള്ളവർ അതിൻ്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്. എതിർചേരി അതേസമയം കടുത്ത നിരാശയിലാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല ഇതുവരെ മാധ്യമങ്ങളോട്. അദ്ദേഹം വഴുതക്കാട്ടെ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. പ്രതികരിച്ചിട്ടില്ല. മന്ത്രിസഭയിൽ ചേരില്ല. ഒപ്പം തന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. ഇങ്ങനെ കടുത്ത നിലപാടുകളിലാണ് രമേശ് ചെന്നിത്തല. അതേസമയം KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ അതൃപ്തികൾ ഉണ്ടെങ്കിൽ കൂടിയും അത് തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ വ്യാഖ്യാനിച്ചാൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുമെങ്കിൽ കൂടിയും അദ്ദേഹം എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനം പൂർണ്ണമായും താൻ അംഗീകരിക്കുന്നു. താൻ പാർട്ടിക്കൊപ്പമാണ്. ഹൈക്കമാൻഡാണ് അന്തിമമായ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് എന്നതാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനി KC വേണുഗോപാൽ കാത്തിരിക്കുന്ന പദവികളോ മറ്റു നീക്കങ്ങളോ ഉണ്ടാകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും VD സതീശൻ്റെ പ്രഖ്യാപനം കേരളത്തിൽ UDF പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ ഉയർത്തിയ കടുത്ത സമ്മർദ്ദമാണല്ലോ VD സതീശന് നേട്ടമായത്. അതുകൊണ്ട് തന്നെ ലീഗ് കേന്ദ്രങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ആവേശമുണ്ടാക്കാൻ ഈ തീരുമാനം ഇടവച്ചിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട തുടർ നീക്കങ്ങളും പ്രതീക്ഷിക്കാം. കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരും. അതിനുശേഷം ഗവർണറെ കണ്ട് പിന്തുണക്കത്ത് കൈമാറി സത്യപ്രതിജ്ഞയുടെ തീയതി നിശ്ചയിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആലോചന തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കാനുള്ള ആലോചനകളിലേക്കാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളുന്നു. പിണറായിക്ക് ശേഷം കേരളത്തെ നയിക്കാൻ VD സതീശൻ വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. VD സതീശൻ ഇനി കേരളത്തെ നയിക്കും. കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച ചുമതല ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. അല്പസമയത്തിനകം ഗവർണറെ കാണും. തുടർന്ന് നിയമസഭാ കക്ഷി യോഗം ഉണ്ടാകും. തീരുമാനം AICC നിരീക്ഷകർ അടക്കം MLA-മാരെ അറിയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 11 ദിവസം നീണ്ട അനിശ്ചിതത്വമായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ
എത്തുകയും മറ്റും ചെയ്തത്. വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, ഒപ്പം രമേശ് ചെന്നിത്തല എന്നിവരായിരുന്നു ഈ റേസിൽ ഉണ്ടായിരുന്നവർ. അതിൽ വി ഡി ഓടി മുന്നിലെത്തിയിരിക്കുന്നു. ജനവികാരം സതീശന് തുണയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.